ഇന്ത്യയുടെ വ്യോമയാന മേഖലയ്ക്ക് നിർണായകമായ പുതിയ കാൽവെപ്പുമായി ഫ്രഞ്ച് എയറോസ്പേസ് പ്രതിരോധ കമ്പനിയായ സാഫ്രാൻ ഹൈദരാബാദിൽ നടന്ന ചടങ്ങിൽ ലോകത്തിലെ ഏറ്റവും വലിയ ലീപ് എഞ്ചിൻ മെയിൻ്റനൻസ് റിപ്പയർ ഓവർഹോൾ കേന്ദ്രം ഉദ്ഘാടനം ചെയ്യവെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ചിരിപ്പിച്ചുകൊണ്ട് സാഫ്രാൻ മേധാവി റോസ് മക്കിന്നസ് ശ്രദ്ധേയനായത്. കേന്ദ്ര സർക്കാരിന്റെ സുപ്രധാന പദ്ധതിയായ മേക്ക് ഇൻ ഇന്ത്യയെ പരാമർശിച്ചുകൊണ്ട് താനും ഇന്ത്യയിൽ നിർമ്മിക്കപ്പെട്ടതാണെന്ന് മക്കിനസ് തമാശ രൂപേണ പറഞ്ഞതാണ് മോദിയിൽ ചിരി പടർത്തിയത്. മക്കിനസിന്റെ ഈ വാക്കുകൾ പ്രധാനമന്ത്രിയിൽ കൗതുകമായി ഒരു ചിരി ഉണർത്തി. എന്തായാലും ഈ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുകയാണ്. India, with these important developments, we will continue with our history of technology and production transfer in the future to support Indians' strategy of autonomy, Make in India. I would also add that I am very attached to Make in India, as I was born in India, so I was made in India also. That attests. ഇന്ത്യയുടെ വ്യോമയാന അഭിലാഷങ്ങൾക്ക് വലിയ മുതൽക്കൂട്ടാകുന്നതാണ് ഹൈദരാബാദിലെ പുതിയ സാഫ്രാൻ കേന്ദ്രം. A320, ബോയിങ് 737 പോലുള്ള വിമാനങ്ങൾക്ക് ഊർജം നൽകുന്ന ലീപ് എഞ്ചിനുകൾക്ക് വേണ്ടിയുള്ള ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ MRO കേന്ദ്രമാണിത്. 1300 കോടി രൂപയിലധികം പ്രാരംഭ നിക്ഷേപമുണ്ട്. പ്രതിവർഷം 300 എഞ്ചിനുകൾ വരെ സർവീസ് ചെയ്യാനുള്ള ശേഷിയുണ്ട്. 1000-ലധികം വിവിധ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുകയും ചെയ്യും. ഇതുകൂടാതെ ഇന്ത്യൻ വ്യോമസേനയുടെ റഫാൽ യുദ്ധവിമാനങ്ങൾക്ക് ശക്തി പകരുന്ന M88 എഞ്ചിനുകൾക്കായുള്ള MRO കേന്ദ്രത്തിന്റെ ശിലാസ്ഥാപനവും ഇതേ വേദിയിൽ തന്നെ നടന്നു. ഈ രണ്ട് പദ്ധതികളും 2026 ഹൈദരാബാദിൽ പ്രവർത്തനക്ഷമമാകുമെന്നാണ് പ്രതീക്ഷ. താനും മേക്ക് ഇൻ ഇന്ത്യ ആണെന്ന മക്കിനസിന്റെ പ്രസ്താവന ഇന്ത്യയുടെ നിർമ്മാണ ശേഷിയിലുള്ള സഫാൽ ഗ്രൂപ്പിന്റെ ആഴത്തിലുള്ള വിശ്വാസത്തെയാണ് സൂചിപ്പിച്ചത്. 70 വർഷത്തിലധികമായി ഇന്ത്യയുമായി സഹകരിക്കുന്ന സാഫ്രാൻ റഫേൽ വിമാനങ്ങൾക്കായി എഞ്ചിനുകൾക്ക് ലാൻഡിംഗ് ഗിയർ തുടങ്ങിയ നിർണായക ഘടകങ്ങൾ വിതരണം ചെയ്യുന്നുണ്ട്. പുതിയ നിക്ഷേപങ്ങളുടെ ഈ ദീർഘകാല ബന്ധം കൂടുതൽ ദൃഢമാവുകയാണ്. ചടങ്ങിൽ സംസാരിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യ ഇന്ന് ആഗോളതലത്തിൽ വിശ്വസ്ത പങ്കാളിയായും പ്രധാന വിപണിയായും വളർന്നു വരുന്ന നിർമ്മാണ കേന്ദ്രമായും ശ്രദ്ധിക്കപ്പെടുന്നുവെന്ന് വ്യക്തമാക്കി. ഇന്ത്യയുടെ ദ്രുതഗതിയിലുള്ള സാമ്പത്തിക വളർച്ച, സുസ്ഥിരമായ ഭരണം, പരിഷ്കരണ അധിഷ്ഠിത നയങ്ങൾ, യുവ തൊഴിലാളി സമൂഹം, വിശാലമായ ആഭ്യന്തര വിപണി എന്നിവ രാജ്യത്തെ വാഗ്ദാനങ്ങൾ നൽകുന്ന നിക്ഷേപ ലക്ഷ്യസ്ഥാനമാക്കി മാറ്റുന്നു. ആഗോള നിക്ഷേപകരെ വെറും നിക്ഷേപകരായിട്ടല്ല, മറിച്ച് വികസിത ഭാരതത്തിലേക്കുള്ള യാത്രയിലെ സഹയാത്രികരും പങ്കാളികളുമായിട്ടാണ് രാജ്യം കണക്കാക്കുന്നത് എന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. ന്യൂസ് ഡെസ്ക്, നിശ്ചിത മലയാളം.